എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. സെൻസർ മോഡ് US സർട്ടിഫിക്കറ്റ് എന്നുള്ള സിനിമയാണ്. ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഇത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെ നേരിടുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക. ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കണം. അതെന്ന് വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ, നിരോധിക്കണം, ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത്, വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സെൻസർ ചെയ്യപ്പെട്ടൊരു സിനിമ ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് യാതൊരു സാങ്കേതിക തടസ്സങ്ങളും ഇല്ല ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന്, പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരാൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം പട്ടിപ്പേറവകാശം ഇപ്പോൾ ഈ പരാതിക്കാരന് മാത്രമാണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാളൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ നേരിടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാത്തിടത്തോളം സംബന്ധിച്ചോളം ഇതൊരു കള്ള പരാതിയാണ്. അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതിൻ്റെ സ്പോർട്ടിംഗ് സ്പിരിറ്റിനെ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആകുമ്പോഴാണ് മാത്രമാണ് നമുക്കതിന് എതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു പടം സമൂഹത്തിൽ പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകൾ നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെയുള്ളൊരു തെറ്റായൊരു പ്രചരണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയും.